5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇനി വരാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കും കേരള നിയമസഭയിലേക്കുള്ള 26 തെരഞ്ഞെടുപ്പിലേക്കും സൂചകമായി കൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയാക്കി. അതിൻ്റെ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 74% ആളുകൾ അതിൽ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന നിരവധി വീഡിയോകൾ ഞാൻ നമ്മുടെ സുഭാഷിതം ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് തന്നെ അൻവറിൻ്റെ വിജയസാധ്യതകളും അതുപോലെ തന്നെ സ്വരാജിൻ്റെ വിജയസാധ്യതകളും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയസാധ്യതകളും വെച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും കാണുമ്പോഴാണ് ഇത് സമ്പൂർണ്ണമാകുന്നത്. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ കുറച്ചുകൂടി സ്വതന്ത്രമായ ഒരു വിശകലനമാണ്. ഈ സ്വതന്ത്രമായ വിശകലനത്തിൽ ലഭിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൽ കിട്ടുന്നത് നാമമാത്രമായ വോട്ടുകൾക്ക് ഒരു 5000-നും 20,000-നും ചിലപ്പോൾ 6,000, 7,000, 8,000 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുവാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. സ്വരാജിന് ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ സ്വരാജിന് പല കാരണങ്ങളാൽ സ്വരാജിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും വോട്ട് ചെയ്യേണ്ട ആളുകൾ പോയിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വരാജിന് കിട്ടേണ്ടിയിരുന്നൊരു 16,000 വോട്ടുകൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതും അനുകൂലമായി ആര്യാടൻ ഷൗക്കത്തിന് വന്നേക്കാം. പിന്നെ അൻവർ ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇങ്ങനെ പറയുന്നൊരു ഹൈപ്പ് അവിടെ ഫീൽഡ് തലത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം അൻവറിന് അവിടെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അൻവർ പോകുന്നു, ആൾ കൂടുന്നു, ആൾക്കാർ പോകുന്നു എന്നുള്ളതിലല്ലാതെ, അൻവർ വിളിച്ചാൽ കുറേ ആളുകൾ വരും എന്നുള്ളതല്ലാതെ ഒരു സംഘടനാ മെഷീനറി എല്ലാ ബൂത്തിലും ബൂത്ത് ഏജൻറ്റുമാരെയൊക്കെ ഇരുത്തി വളരെ കൃത്യമായൊരു സംഘടനാ മെഷീനറി ചലിപ്പിക്കുന്നതിന് അതിനുള്ള സംഘടനാ സംവിധാനം ആയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ അതിന് അൻവറിന് സാധ്യത കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നൊരു ഹൈപ്പ് അൻവറിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നതാണ് അടുത്ത ചോദ്യം. കഴിയുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJP ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്നലെ ആകുമ്പോൾ അവർ ചിത്രത്തിൽ നിന്ന് കുറേ അങ്ങോട്ട് പിന്മാറിയിട്ടുണ്ട്. ഒരു 13,000 വോട്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അത് ചിലപ്പോൾ ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ 10,000-നും 13,000-നും ഇടയ്ക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ BJP അങ്ങനെ കുറച്ച് വോട്ട് പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് പരമ്പരാഗതമായ ഒരു ലീഗുമായ ഒരു ശത്രുത ആര്യാടൻ മുഹമ്മദിൻ്റെ കാലം മുതലേ ചെറിയ ചെറിയ ശത്രുതയുണ്ട്. അതെല്ലാം ഒരു നെഗറ്റീവായി അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ആ വോട്ട് അൻവറിന് പോകുമോ അടുത്തൊരു ചോദ്യമുണ്ട്. അതോ സ്വരാജിന് പോകുമോ അടുത്ത ചോദ്യമാണ്. സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞ് VS-നെതിരെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള പിന്നെ വാദമുണ്ട്, തർക്കമുണ്ട്. 2 കൂട്ടരെ നിഷേധിച്ച കാര്യമുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്കായതുകൊണ്ട് ചിലപ്പോൾ 2 കൂട്ടരെ നിഷേധിക്കും. എന്നാലും അങ്ങനെ പറഞ്ഞെങ്കിൽ അവനൊരു പണി കൊടുക്കുക, ഇയാൾക്കൊരു പണി കൊടുക്കുക എന്ന് പറഞ്ഞ് ചില CPM കാരെങ്കിലും കടുകട്ടി VS പക്ഷക്കാരും അവിടെ ഉള്ളൊരു സ്ഥലമാണ് നിലമ്പൂർ. VS ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ വോട്ട് പിന്നെ സ്വരാജിന് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അൻവർ ഇതെല്ലാം പറയുമ്പോഴും അൻവറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ സാമ്പത്തികമായ സഹായമോ മറ്റ് സഹായങ്ങളോ വീടും ഇതെല്ലാം വെച്ച് എടുത്തിരിക്കും. പക്ഷെ അപ്പോഴും അതെല്ലാം വോട്ടായി മാറുമോ എന്നറിയില്ല. ലീഗ് വല്ലാതെ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. ആ ലീഗ് പറഞ്ഞത് നിങ്ങൾ സ്ഥാനാർത്ഥി ആരെന്നുള്ള നോക്കണ്ട, കൈപ്പത്തി ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്തേക്കുക, കോണിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കൈപ്പത്തിയിൽ തന്നെ വോട്ട് ചെയ്തേക്കുക എന്ന് പറഞ്ഞ് വലിയ ഒരു ഹൈപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നൊരു വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് യൂസഫ് പടാൻ വന്ന് അൻവറിന് വേണ്ടി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അതിൻ്റെ സ്വരാജിന് വേണ്ടി 10ഓളം മന്ത്രിമാരും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് പോയി സ്വരാജാണ് ഇനി വേണ്ടത്, സ്വരാജ് ഈ നാടിൻ്റെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞ് സ്വരാജിനെ മന്ത്രിയാക്കുമെന്നൊക്കെ പറയാതെ പറഞ്ഞ് സ്വരാജാണ് ഇനി അടുത്ത മന്ത്രിയാകും, കാരണം ശിവൻകുട്ടി ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊക്കെ നിൽക്കുന്നു, അതുകൊണ്ട് മന്ത്രിയാവാൻ സാധ്യത ഉണ്ടെന്നുള്ള പറയാതെ പറഞ്ഞുകൊണ്ട് വരികൾക്കിടയിലൂടെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ അവിടെ നടന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത്. പിന്നെ സതീശൻ ഇതിനകത്ത് VD സതീശൻ ഇതൊരു അഭിമാന പോരാട്ടമായി എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നേരത്തെ നടന്ന പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് PT തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് മരണത്തിൽ കൂടെ നടന്ന ഉമാ തോമസിൻ്റെ ആയാലും, അതുപോലെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി മരിച്ചുപോയ ചാണ്ടി ഉമ്മൻ്റെ ആയാലും, അതുപോലെ പാലക്കാട് ഷാഫിപ്പറമ്പിൽ മാറിയിട്ട് വന്ന നമ്മുടെ രാഹുൽ മാങ്കട്ടത്തിൻ്റെ ആയാലും ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചാമ്പ്യനായി നിന്നത്, നമ്മുടെ ക്യാപ്റ്റനായി നിന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടമാകുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടി വരിക ലീഗും സതീശനും തന്നെയാണ്. മറ്റ് കോൺഗ്രസ്സിൽ എല്ലാവരും കൂടി സതീശനെ നേരെ തിരിയാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇന്നലെ അവിടെ പോയില്ല. അദ്ദേഹം ലിസ്റ്റിലുണ്ടായിരുന്നു എന്ന് പറയുന്നു, പക്ഷേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ക്ഷണിക്കാതെ പോകുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കല്യാണം സംബന്ധമല്ലല്ലോ ക്ഷണിക്കാനെന്ന് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നു. അങ്ങനെ വലിയ വിവാദങ്ങൾ ഇന്നലെയും ഉണ്ടായിരുന്നു, ഇലക്ഷൻ ദിവസവും ഉണ്ടായിരുന്നു. അത് അവസാനം ഇത് ചിലപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിക്കുമോ? ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. ഓരോ കാര്യങ്ങളും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമോ, അതോ ആര്യാടൻ മുഹമ്മദിന് തന്നെ കിട്ടുമോ, അൻവറിന് തന്നെ കിട്ടുമോ? ഒരു ചോദ്യമുണ്ട്. അൻവറിന് കിട്ടേണ്ട എല്ലാ വോട്ടുകളും അൻവറിന് 75,000 പിടിക്കുമെന്ന് പറയുന്ന മൊത്തം പിടിക്കാൻ കഴിയുമോ?
അതോ അൻവർ പറയുന്നത് പോലെ 45,000 30,000 മറ്റ് രണ്ടുപേർ പിടിക്കുകയുള്ളോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കും സമസ്യകൾക്കും ഉത്തരം കണ്ടെത്തുന്ന തരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. എന്തായാലും നമുക്ക് വിശകലനങ്ങൾക്കപ്പുറം നമുക്ക് കാത്തിരുന്ന് കാണാം. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമോ? എം സ്വരാജ് ജയിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ അൻവർ കൈക്ക ജയിക്കുമോ? ആര് ജയിച്ചാലും കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ സൂചനയാകുമെന്ന് മാത്രമല്ല, ഒരുപാട് തലകൾ ഉരുളുകയും വലിയ ബോംബായി മാറുകയും ചെയ്യും.